ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് കുട്ടികൾക്കായി ഒരു ചെറിയ കഥ. രാജാവിനെ രാക്ഷസനാക്കിയ കഥ. ഇക്ഷ്വാകു വംശത്തിലെ പ്രസിദ്ധനായ രാജാവാണ് കന്മാഷപാതൻ. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് മിത്രസഹൻ എന്നായിരുന്നു. 12 കൊല്ലം അദ്ദേഹത്തിന് രാക്ഷസനായി കാട്ടിൽ കഴിയേണ്ടി വന്നു. ആ കഥയാണ് പറയുന്നത്. ഒരിക്കൽ മിത്രസഹൻ വേട്ടയാടിക്കൊണ്ട് ഒരു വനത്തിൽ ചെന്നു. 2 പുലിക്കുട്ടികളെ കണ്ടപ്പോൾ അദ്ദേഹം അമ്പയച്ചു. അമ്പേറ്റ് പുലിക്കുട്ടികളിൽ ഒന്ന് ഉടനെ മരിച്ചു വീണു. ആ പുലിക്കുട്ടികൾ യഥാർത്ഥത്തിൽ രൂപം മാറിയ 2 രാക്ഷസന്മാരായിരുന്നു. അവരിൽ ഒരുവനെ രാജാവ് കൊന്നത് കണ്ട് മറ്റേ രാക്ഷസൻ തൻ്റെ യഥാർത്ഥ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ഇതിന് ഞാൻ പ്രതികാരം ചെയ്യും. നായാട്ട് കഴിഞ്ഞ് രാജാവ് കൊട്ടാരത്തിൽ മടങ്ങിയെത്തി. പൂർവികർ നടത്തിയിരുന്നതുപോലെ അശ്വമേധയാഗം നടത്തണമെന്ന് രാജാവിന് ഒരു മോഹം. വിവരം അദ്ദേഹം വസിഷ്ഠ മഹർഷിയെ അറിയിച്ചു. അദ്ദേഹം രാജാവിനെ സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞതനുസരിച്ച് രാക്ഷസൻ മിത്രസഹനെ ചതിക്കാൻ അവസരം നോക്കി നടക്കുകയായിരുന്നു. വസിഷ്ഠൻ മിത്രസഹനെ സഹായിക്കാൻ തയ്യാറായതറിഞ്ഞ് അത് മുടക്കാനും രാജാവിനെ വസിഷ്ഠനെ കൊണ്ട് ശപിപ്പിക്കാനും ആ രാക്ഷസൻ പദ്ധതിയിട്ടു. ആ രാക്ഷസൻ ഒരു ദിവസം വസിഷ്ഠൻ്റെ രൂപത്തിൽ മിത്രസഹൻ്റെ മുന്നിലെത്തി. അല്ലയോ സ്നേഹിത, എനിക്ക് ഇറച്ചിക്കൂട്ടി ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിനാൽ താങ്കൾ കുറച്ച് ഇറച്ചിക്കറിയുണ്ടാക്കി എൻ്റെ ആശ്രമത്തിൽ എത്തിച്ചു തരണം. ഇത് രഹസ്യമായിരിക്കണം. രാക്ഷസൻ മിത്രസഹനോട് ഇങ്ങനെ പറഞ്ഞിട്ട് വേഗം അപ്രത്യക്ഷനായി. വസിഷ്ഠ മഹർഷിക്ക് ഇറച്ചി തിന്നണമെന്നാണല്ലോ ആഗ്രഹം. രാക്ഷസൻ ചതിക്കുകയാണെന്നും മിത്രസഹന് മനസ്സിലായില്ല. അയാൾ ഭാര്യയായ ദമയന്തി രാജ്ഞിയോട് പറഞ്ഞു, വേഗം തന്നെ കുറച്ച് മാംസം കൊണ്ടുവന്ന് കറി വെച്ച് കൊടുക്കണം. ഒരു ദൂതനെ വിളിച്ച് ഭദ്രമായി പൊതിഞ്ഞു കെട്ടിയ കുറച്ച് മാംസക്കറി വസിഷ്ഠൻ്റെ ആശ്രമത്തിൽ എത്തിച്ചു. പൊതിയഴിച്ചു നോക്കിയ വസിഷ്ഠ മഹർഷി അതിൽ മാംസം കണ്ട് ഓക്കാനം തുടങ്ങി. തന്നെ അപമാനിക്കാനാണ് മിത്രസഹൻ ഇങ്ങനെ ചെയ്തതെന്ന് ധരിച്ച മഹർഷി മിത്രസഹനെ നന്നായി ശപിച്ചു. നീ ഒരു രാക്ഷസനായി മാറട്ടെ. ഉടനെ മിത്രസഹൻ ഒരു രാക്ഷസനായി രൂപപ്പെട്ടു. ഇതാണ് ശാപം കിട്ടിയ രാജാവ്. അങ്ങനെ അയാൾ രാക്ഷസനായി 12 വർഷം കാട്ടിൽ നടക്കുകയായിരുന്നു. അതാണ് കഥ. എല്ലാവർക്കും നമസ്കാരം.